വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഒമാനുമായി ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. കപ്പൽ പാതയുടെ ഭൂമിശാസ്ത്രപരമായ ഏകോപനത്തിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതായും സംയുക്ത പ്രസ്താവനയുടെ കരട് ഉടൻ പുറത്തിറക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. US സൈനിക സാന്നിധ്യം ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. അമേരിക്കയുമായി ചർച്ചയൊന്നും നടക്കുന്നില്ലെന്നും അതേസമയം ഖത്തറും പാകിസ്ഥാനുമായി നിരന്തരം ആശയവിനിമയം തുടരുന്നതായും ഇറാൻ അറിയിച്ചു. ഇറാഖ് എയർലൈൻസ് ഉൾപ്പെടെ ഇറാൻ സേനയുമായി ബന്ധപ്പെടുത്തി 3 സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കാൻ US ട്രഷറി വകുപ്പ് തീരുമാനിച്ചു. യമൻ തീരത്ത് രാത്രി മറ്റൊരു കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. MCA നാസർ വിശദാംശങ്ങളുമായി. MCA, പ്രത്യാശാ നിർഭരമായ വാർത്തകളാണിപ്പോൾ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഹോർമുസിന്റെ നിയന്ത്രണം നേരത്തെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുകയാണോ, അതോ ഭൂമിശാസ്ത്രപരമായി അതിൻ്റെ സാധ്യതകൾ പുനർവിചിന്തനം ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ കരാറിലേക്കാണോ ഒമാനും ഇറാനും കൂടി എത്തുന്നത്? അതിന് അമേരിക്കയുടെ പിന്തുണയും അമേരിക്കയുടെ നിലപാടും ഈ കരാറിൽ എങ്ങനെയാണ്? ഒരു സംയുക്ത പ്രസ്താവനയൊക്കെ എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം? സൈഫുദ്ദീൻ, ദിവസങ്ങളായി നടന്ന ചർച്ച ഏറെക്കുറെ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി ഒമാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം കൂടിയാണ് വരേണ്ടത്. ആ ചർച്ച വളരെ ശുഭകരമായിട്ട് മുന്നേറുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒമാനും ഇറാനും വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ കപ്പലുകളുടെ ഷിപ്പിംഗ് റൂട്ടുകൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഏകോപനം ഒമാനും ഇറാനും ഇടയിൽ രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി പ്രായോഗിക തലത്തിൽ ഇത് എങ്ങനെ നടപ്പാക്കും, ഏത് സമയം മുതലായിരിക്കും ഇത് ആരംഭിക്കുക, കപ്പലുകളുടെ സുഗമമായിട്ടുള്ള സഞ്ചാരത്തിന് ഈ ഒരു പദ്ധതിയിലൂടെ ഈ ചർച്ചയിലൂടെ രൂപമാകുമോ, അതല്ല ഈ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ഫീസ് ഏർപ്പെടുത്തുമോ, സന്നദ്ധ സ്വഭാവത്തിലുള്ള ഫീസായിരിക്കുമോ ഏർപ്പെടുത്തുക എന്നതുൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പക്ഷെ അതിലൊക്കെയും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭ്യമാകേണ്ടത് ഈ ഔദ്യോഗികമായിട്ടുള്ള ഈ കരാർ ഒപ്പുവെക്കുകയും അതിന്റെ കരട് പുറത്തിറക്കുന്ന ഒരവസ്ഥയിൽ മാത്രമായിരിക്കും അതിന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള തൃപ്തികരമായിട്ടുള്ള ഒരു വിശദീകരണം ലഭ്യമാവുക. പക്ഷേ ഇന്ന് വൈകിട്ടും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഒരു കാര്യമാണ്: അമേരിക്കയ്ക്ക് ഇതിൽ യാതൊരു പങ്കാളിത്തവുമില്ല. ഒമാനും ഇറാനുമാണ് ഈ വിഷയം ഇപ്പോൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുകയും ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നൊരവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നൊരു പശ്ചാത്തലം രൂപപ്പെടുക, അത് വന്നാൽ തന്നെ നിലവിലുള്ള ഈ സംഘർഷം പരമാവധി ലഘൂകരിക്കപ്പെടുകയും മറ്റ് വിഷയങ്ങളിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകാൻ അമേരിക്കക്കും ഇറാനും സാധിക്കും. അതുകൊണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായി നിൽക്കുന്നത്, അപ്പോൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ അമേരിക്കയുടെ നാവിക ഉപരോധം ഇറാന് നേരെ തുടരുന്നുണ്ട്. ആ നാവിക ഉപരോധം പിൻവലിക്കുന്ന ഒരവസ്ഥ കൂടി ഇതിലൂടെ രൂപപ്പെടും. അങ്ങനെ വരികയാണെങ്കിൽ മറ്റ് വിഷയങ്ങൾ, അതായത് ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധ നടപടികൾ പിൻവലിക്കുക, ഇറാന് നൽകേണ്ട വലിയൊരു സാമ്പത്തികമായിട്ടുള്ള തുക കൈമാറുന്ന ഒരു അവസരം ഒരുക്കുക, അതോടൊപ്പം തന്നെ ആണവ വിഷയത്തിൽ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ, അമേരിക്കക്കും ഇറാനും ഇടയിൽ കൃത്യമായിട്ടുള്ള ഒരു ഫോർമുല, ഒരു പ്രതിസന്ധി പരിഹാര ഫോർമുലയ്ക്ക് രൂപം നൽകുക, ഈ കാര്യങ്ങളാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നിൽ കാണുന്നത്. ഖത്തറും പാകിസ്ഥാനുമാണ് ഈ മധ്യസ്ഥ നീക്കങ്ങൾക്ക് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് തങ്ങൾ നിരന്തരം ആശയവിനിമയം തുടരുന്നതായിട്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അല്പം മുമ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കയെക്കുറിച്ചോ അമേരിക്കയുമായി നടക്കുന്ന ചർച്ചകളെക്കുറിച്ചോ വളരെ കുറ്റകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നിശബ്ദത പാലിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇറാൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പരോക്ഷമായിട്ടുള്ള ചർച്ചയിലേക്കോ ഈ മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേനയുള്ള ഡെലിഗേഷനെ അയച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്കോ കാര്യങ്ങൾ നീങ്ങുമോ എന്നത് ഒരുപക്ഷെ ഈ ഹോർമുസ് വിഷയത്തിൽ ഒമാനുമായിട്ട് ഒപ്പിടുന്ന കരാറിനെ തുടർന്ന് മാത്രമായിരിക്കും അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക. എന്തായാലും ആഴ്ചകളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായി തന്നെ 6 മാസത്തോളമായി ഇപ്പോൾ ഈ സംഘർഷം വലിയ തോതിൽ തന്നെ ഗൾഫ് മേഖലയെ സ്വാധീനിച്ച ഒരവസ്ഥയുണ്ട്. വലിയ തോതിൽ തന്നെ വിവിധ രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും പ്രത്യാക്രമണവും തുടരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് മറികടക്കാൻ ഒരുപക്ഷെ ഈ ഒരു ചർച്ച, ഈ ഒരു കരാർ രൂപപ്പെടുന്നതിലൂടെ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഖത്തർ അല്പം മുമ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഖത്തറിലെ അമീറുമായിട്ട് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ടെലിഫോണിൽ വിശദമായിട്ടുള്ള ചർച്ചയും നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ട്രംപും ഖത്തർ അമീറും പങ്കുവച്ചതും ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടും, അതിനുള്ള അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഒമാനും ഇറാനും തമ്മിൽ ഇപ്പോൾ ഇപ്പോഴത്തെ കരാറിൽ അമേരിക്കക്ക് റോളൊന്നുമില്ല എങ്കിൽ കൂടിയും ഹോർമുസിലെ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം പിൻവലിക്കാത്തിടത്തോളം കാലം സംഘർഷത്തിന് പൂർണ്ണമായി വിരാമം ഉണ്ടാകില്ല.
അക്കാര്യത്തിലുള്ള പ്രതികരണം അല്പസമയം മുമ്പും ഇറാൻ നടത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ സൈനിക സാന്നിധ്യം പിൻവലിക്കുക, ഒപ്പം തന്നെ ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹോർമുസിനകത്ത് തന്നെ അമേരിക്ക. ഉപരോധങ്ങളൊക്കെ പിൻവലിക്കുക എന്നുള്ളതും കൂടി ഇറാൻ്റെ ആവശ്യങ്ങളാണല്ലോ. അത്തരം കാര്യങ്ങളിൽ ഈ കരാറിനൊപ്പം തന്നെ അമേരിക്കയുടെ ചില വിട്ടുവീഴ്ചകൾ കൂടി ഉണ്ടാകുമോ? സൈഫുദ്ദീൻ, ഇതിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണവും വന്നിട്ടില്ല. ഖത്തറും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും, ഈ രണ്ട് രാജ്യങ്ങൾ വളരെ ശക്തമായി തന്നെ ഈ നയതന്ത്ര പ്രശ്നപരിഹാര ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഖത്തർ അമീറിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തിയ ആ ടെലിഫോൺ സംഭാഷണത്തിൽ ഖത്തർ അമീർ പ്രകടിപ്പിച്ചത് എത്രയും പെട്ടെന്ന് ഈ സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികളാണ് തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്, അതിൽ തങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുന്നില്ല എങ്കിൽ പോലും ആശയവിനിമയം ഈ രാജ്യങ്ങൾക്കിടയിൽ വളരെ ശക്തമായി തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോർമുസിന്റെ പ്രതിസന്ധി ഈ ഒമാനും ഇറാനും നടക്കുന്ന തമ്മിലുള്ള ഈ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും തുടർ ചർച്ചകൾക്ക് കളമൊരുക്കുക എന്നതായിരിക്കും മധ്യസ്ഥ രാജ്യങ്ങൾ ശ്രമിക്കുക. അതിനോട് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചതെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടക്കാല തെരഞ്ഞെടുപ്പ് വലിയ തോതിലുള്ള പ്രതിസന്ധി അദ്ദേഹം അഭിമുഖീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആഭ്യന്തര വിപണിയിലെ എണ്ണവില വർദ്ധിച്ചതും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനിൽ വലിയ തിരിച്ചടിയായിട്ട് മാറുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം ലഭിക്കണം, അല്ലെങ്കിൽ ഒരു വിടുതൽ ലഭിക്കണം. ആ വിടുതൽ മാന്യമായിട്ടുള്ള ഒരു വിടുതലായിരിക്കണം എന്ന ഒരൊറ്റ നിർദ്ദേശം മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങൾ ഖത്തറും പാകിസ്ഥാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനെ കൂടി ഒരു അനുനയ രീതിയിലാണെങ്കിൽ പോലും അതിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ അമേരിക്കയുമായിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ സംഘർഷത്തിന്റെ ഒരു അവസ്ഥ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരത്തിനാണ് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ തുനിയുന്നത്. അതിൽ അവർ തങ്ങൾ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. പക്ഷേ ഈ ഒമാനും ഇറാനും തമ്മിലുള്ള ഈ ഒരു കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നാലുള്ള അമേരിക്കയുടെ പ്രതികരണത്തെ കൂടി ആശ്രയിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. അമേരിക്കയുടെയും ഇറാന്റെയും ഔദ്യോഗികമായ പ്രതികരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം പ്രത്യാശാനിർഭരമായ ചില വാർത്തകൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കൂടിയും മറ്റൊരു വശത്ത് ഇപ്പോഴും ആശങ്കയുടെ കരിമേഘങ്ങൾ പടരുന്നുണ്ടെന്ന് വെച്ചാൽ ചെങ്കടലിൽ ഇന്നലെയും ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് സൗദിയുടെ കപ്പലാണെന്ന സൂചനകളുണ്ട്. ഹൂത്തികളാണ് ആക്രമിച്ചതെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകൾ? ഈ ഹൂത്തികളും സൗദിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കുറെ കൂടി ആക്കം കൂട്ടുന്ന തരത്തിലാണോ ഈ സംഭവങ്ങൾ നടക്കുന്നത്? സൈഫുദ്ദീൻ, സ്വാഭാവികമായി തന്നെ, കാരണം നേരത്തെ ഹോർമസിൽ മാത്രമായിരുന്നു ഈ ഒരു സംഘർഷ അവസ്ഥ ഉണ്ടായിരുന്നത്. നേരത്തെ 5-6 മാസമായിട്ട് ഈ സംഘർഷം നിലനിൽക്കുന്ന ഘട്ടത്തിൽ വളരെ 1-2 ഘട്ടങ്ങളിൽ മാത്രമാണ് ചെങ്കടലിലേക്ക് ഈ സംഘർഷം വ്യാപിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സൗദി അറേബ്യയും യമനിലെ ഹൂത്തികളും തമ്മിൽ നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ വരികയും പരസ്പരം പ്രത്യാക്രമണങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും നടന്നു നീങ്ങുകയും ചെയ്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സംഘർഷത്തെക്കുറിച്ചുള്ള ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ അല്പം മുമ്പും ചെങ്കടലിൽ ഒരു കപ്പലിന് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള അതിന്റെ സ്ഥിരീകരണം സൗദി അറേബ്യയുടെയും യമന്റെയും ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. നേരത്തെയും ഇന്ന് കാലത്തും അതോടൊപ്പം തന്നെ ഇന്നലെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഈ പ്രതിസന്ധി ഇപ്പോൾ പരിഹരിക്കാനുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കങ്ങൾക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം യമനിലെ ഹൂത്തികൾ എന്നത് ഇറാനുമായിട്ട് അത്രയേറെ ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രേരണ മൂലമാണ് ഈ ചെങ്കടലിലേക്ക് കൂടി സംഘർഷം വ്യാപിക്കുന്നത് എന്ന ഒരു കുറ്റപ്പെടുത്തൽ അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് ഹോർമുസിന്റെ പ്രതിസന്ധി തീരുകയും മറ്റു വിഷയങ്ങളിലേക്ക് ചർച്ചകൾ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഏറെക്കുറെ ശുഭകരമായിട്ടുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ചെങ്കടലിൽ സംഘർഷം വ്യാപിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് സ്വാഭാവികമായിട്ടും നിലവിലുള്ള ഈ സമാധാന നീക്കങ്ങൾക്ക് തിരിച്ചടിയായി മാറും. പക്ഷേ അത് പരിഹരിക്കാനും തിരക്കിട്ട ചില നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങൾ ആ നിലക്കുള്ള ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, എന്തായാലും ഹോർമുസിന്റെ നിയന്ത്രണം ആർക്ക് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ചോദ്യം ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അത് ഇറാന് തന്നെ നൽകിക്കൊണ്ട് ഇറാനും ഒമാനും കൂടി സമ്മതമാകുന്ന തരത്തിലുള്ള ഒരു പുതിയ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെയെങ്കിൽ അമേരിക്ക കൂടി ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അമേരിക്കയുടെയും ഇറാൻ്റെയും ഈ വിഷയത്തിലുള്ള ഈ കരാറിൻ്റെ പുറത്തുള്ള ഏറ്റവും പുതിയ പ്രതികരണം വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്.